വാട്ടർഫോള് പോലെ അല്ലേ, ലേഡായിട്ട്. ഈ സ്റ്റോണിനെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അത്ര. കാണുന്നത് ഇതേ ഒരു സൂസൈഡ് പോയിന്റ് ആട്ടോ. നമ്മൾ ബോട്ടിലാണ് ഇപ്പം ഉള്ളത്. ഇരിക്കുന്ന ഭാഗത്ത് അധികം പ്രശ്നമില്ല. ഇതാണ് പുങ്കുവ റിവർ. ഈ കല്ലുകളൊന്നും നമ്മൾ തൊടാൻ പാടില്ല. തൊട്ട് ഇതിലാണ് നമ്മൾ പോവുക. നമ്മൾ ആദ്യമായിട്ടാണ് കളിക്കണം, ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ട്രെയിൻ വന്നു. ചെക്കിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ അറിയപ്പെടുന്ന ഒരു കേവ് ശൃംഖലയാണ് മൊറാവിയൻ കാർസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാണ് പുങ്കുവ കേവ്. ഇന്ന് നമ്മൾ ഈ പുങ്കുവ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഇത് റിസർച്ചേഴ്സിൻ്റെ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ബെർണോയിൽ നിന്ന് ഗ്ലാസ്ഗോയിലേക്ക് ട്രെയിനിൽ പോവുകയും പിന്നെ അവിടെ നിന്ന് റിസർച്ച് ടീം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ബസ്സിൽ പുങ്കുവ കേവിനടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ബസ് വന്നിറങ്ങിയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ബസ്സിലും. കാരണം ഫുൾ ഗ്രീനറി. നമ്മളൊരു കാടിൻ്റെ ഇടയിൽ കൂടെ ഒരു വാട്ടർ സ്ട്രീമൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ബസ്സിൽ വന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ മോട്ടോർ ട്രെയിൻ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ബിൽഡിങ്ങിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. കേബിൾ കാറിൻ്റെ ബോർഡ്. അപ്പം നമ്മുടെ ടീം ലീഡർ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പം ഈ ട്രെയിനിലായിരിക്കും നമ്മൾ പോവുക. ഇതാണ് നമ്മുടെ ടിക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. കേബിൾ കാറിൻ്റെയും അതേപോലെ തന്നെ ട്രെയിനിൻ്റെയും. നമ്മുടെ ട്രെയിൻ വരാൻ ഇനി 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയയൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പുങ്കുവ റിവറാണ്. അത് ഈ റിവർ വരുന്നത് പുങ്കുവ കേവിൽ നിന്നാണ്. അപ്പം നമ്മൾ പുങ്കുവ കേവ് കാണാനാണ് പോകുന്നത്. മാത്രമല്ല ഈ റിവറിൽ ഒരു ബോട്ട് റൈഡും നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കളിക്കാനും ഒരു ചെറിയ ഏരിയ ഉണ്ട്, പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ട്രെയിൻ വന്നു. ഈ സെൻറ്ററിന് അപ്പുറത്തേക്ക് ബസ്സോ കാറോ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കടത്തി വിടില്ല. അത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, നമ്മൾ രണ്ടാമത്തെ ബോഗിയിലായിരിക്കണേ. അല്ല, രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ ഒന്നുണ്ട് എഞ്ചിൻ. അപ്പം നമ്മുടെ ടിക്കറ്റ് ഇവിടെ കാണിക്കണം. മറ്റേ ട്രെയിൻ അതാ വരുന്നു. ഇതവിടെ യാത്ര കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ പുറപ്പെടുകയായി. ഇതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ മൂന്നാളും മാത്രം ഈ ബോഗിയിൽ അല്ലേ. അടിപൊളി. The known part of the underground system of Punkwa River. നമ്മൾ മോട്ടോർ ട്രെയിനിൽ പുങ്കുവ കേവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എന്തൊക്കെയാണ് നടക്കാൻ പോകുക എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇതിന് കിട്ടി. ഇപ്പം നമ്മൾ നിർത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് 10 മിനിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു കേവിൻ്റെ എൻട്രൻസിലേക്ക് ഉള്ളത്. അപ്പോൾ ഓൾറെഡി നേരത്തെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചല്ലോ. നമ്മൾ കേവിനകത്ത് പോവുകയാണ്. കേവിനകത്ത് 8 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. നമ്മൾ അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ കേവിൽ വരുന്നവർ എക്സ്ട്രാ വാം ക്ലോത്ത്സ് ഒക്കെ പാക്ക് ചെയ്തെടുക്കണം. സമ്മറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ. നമ്മൾ ജാക്കറ്റ്സ് ഒക്കെ ഇട്ടു. അപ്പോൾ എൻട്രൻസിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് ഇംഗ്ലീഷ് ഗൈഡഡ് ടൂറായിരിക്കും. കാരണം നമ്മളെ ടീം മൊത്തം ഇൻ്റർനാഷണൽ ആൾക്കാരാണ്. സോ വി ആർ എൻറ്ററിങ് ഇൻടു ദി കേവ്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നല്ല ഇരുട്ടാണ്. പക്ഷെ അവരിങ്ങനെ ഉള്ളിൽ കുറച്ച് ലൈറ്റ്സ് ഒക്കെ അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട്.
നല്ല തണുപ്പാണ് കേട്ടോ അകത്ത്. നമ്മൾ ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ ഇടുങ്ങിയ വഴി കൂടെ നടന്നത് ഇടുങ്ങിയ വഴി കൂടെ നടന്നത് നമ്മൾ ഉള്ളിൽ ആ ലൈം സ്റ്റോൺസ് ഒക്കെ ഉള്ള ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ലൊവേനിയയിൽ നമ്മളൊരു കേവിൻ്റെ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകം, ഈ കേവിൻ്റെ ഉൾഭാഗമൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ്. സ്ലൊവേനിയയിൽ നമ്മൾ ഈ കേവിൽ കുറേ ദൂരം ട്രെയിനിലാണ് പോയത്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ ബോട്ടിലാണ് പോകാൻ പോകുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ഒരു ഡിസാസ്റ്ററിൻ്റെ റിസൾട്ടാണെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ മോൾഭാഗമൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെയൊക്കെ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മൊത്തം ഇരുട്ടാണ് കേട്ടോ. പക്ഷെ അവരെ ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണുന്നത്. ഈ സ്റ്റോണിനെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത്ര ഇവർ ഒരുമിച്ചാണ് ഗ്രോ ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ ടിപ്പ് ഇങ്ങനെ മുട്ടുന്ന് നമുക്ക് തോന്നും. പക്ഷെ 1000 years എടുക്കും അത് ചെറുതായിട്ടൊന്ന് വളരാൻ പോകും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ആ ബോട്ട് ജേണിക്കാണ്, കേവിൻ്റെ ഇടയിൽ കൂടെയുള്ള ബോട്ട് ട്രിപ്പിന്. പക്ഷേ എനിക്കൊരു ടെൻഷൻ എന്താ വെച്ചാൽ അവിടെ വീഡിയോ അത്ര അലൗഡ് അല്ല തോന്നുന്നുണ്ട്, സേഫ്റ്റി കാരണം. ഇതൊരു വാട്ടർഫോള് പോലെ ലേഡായിട്ട്. വാട്ടർഫോൾ അല്ല കണ്ണാതെ, അതൊക്കെ ലൈം സ്റ്റോൺസ് ആണ്. ഈ കല്ലുകളൊന്നും നമ്മൾ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ നല്ല സ്ട്രക്ചർ അല്ലേ അതിൻ്റെ. തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. പിന്നെ ഈ കേവ്സിനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ രൂപങ്ങൾ വരുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റോന കേവിൽ പോയ സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് പുങ്കുവ റിവർ. ഇവിടുന്ന് കാണുന്ന സ്കൈപാഡ് എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് സത്യത്തിൽ നമ്മൾ ആ ആകാശത്തിൻ്റെ വെളിച്ചം, അതായത് നാച്ചുറൽ ലൈറ്റിൽ എത്തുന്നത് കേട്ടോ.
ആ ഈ വാട്ടർ സ്ട്രീം ഒഴുകി വരുന്നത് കേവിൽ നിന്ന് പുറത്തേക്കാണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരെ നിന്നാണെന്ന്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ സ്ട്രീംസോ അങ്ങനെ എന്തിൻ്റെ ഒരു പാർട്ടാണത്. അതിൻ്റെ കംപ്ലീറ്റ് വഴി ഇവർക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് പല സ്ഥലത്തും അത് അണ്ടർഗ്രൗണ്ടാണ്, ഇതിലേ പോകുന്നു ഇതിലേ വരുന്നു എന്നൊക്കെ ഇപ്പോഴും അൺനോൺ ആണ്. അതുപോലെ ആ കാണുന്നത് ഇത് ഒരു സൂസൈഡ് പോയിൻ്റ് ആട്ടോ. പലരും അവിടെ നിന്ന് ചാടി മരിക്കാറുണ്ട് അത്ര. ഇനി നമ്മൾ വീണ്ടും വന്ന വഴി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് എവിടുന്നോ ആണ് നമ്മൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകും. നമ്മൾ വരുമ്പോൾ അതിലേക്ക് വന്ന് തിരിച്ച് നമ്മൾ വേറൊരു വഴിയാണ് വരുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഏകദേശം കണ്ടോ, വരുമ്പോൾ നമ്മൾ അങ്ങനെ ആ മോൾ കൂടെ വന്നത്. ഇപ്പം നമ്മൾ വേറൊരു റൂട്ടാണ് പോകുന്നത്. ഇവിടുത്തെ സ്റ്റോൺസൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ കേവിൻ്റെ പുറത്ത് ഒരു വഴിയിലേക്ക് എത്തി. നമ്മൾ വന്ന ആ ഒരു വഴിയിലേക്ക് തന്നെയാണ് എത്തിയത് കേട്ടോ. അതിലേ നമ്മൾ കയറിയത് ഇതിലേ വന്ന് ഈ താഴെയുള്ള വഴിയിൽ കൂടെ ബോട്ട് ട്രിപ്പിന് പോവാണ്. സോ ഫൈനലി വി ആർ ഹിയർ. ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വളരെ എക്സൈറ്റഡ് പാർട്ട് കേട്ടോ. കാരണം ഓൾറെഡി കേവിൻ്റെ അകമൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്ത് കണ്ടുകൊണ്ട് അത് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരുന്നു. സോ നമ്മൾ ബോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. തലയൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തലയൊക്കെ തട്ടിപ്പോകും. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര ഇടുങ്ങിയ വഴിയൊക്കെയാണ്. കണ്ട ഒരാൾ പോകുമ്പോഴത്തേക്ക് തലയൊക്കെ മുട്ടും. നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെ പോകണം ചില സ്ഥലങ്ങളിൽ. ഇനി നമ്മൾ അടുത്ത അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ കേബിൾ കാറാണ്. പക്ഷെ ബോട്ട് ട്രിപ്പ് വളരെ എന്താ പറയുക ചെറുതായി തോന്നുന്നു കേട്ടോ. കുറച്ച് അത് ശരി. അതുകൊണ്ട് അവർ ലൈറ്റ് ഇട്ടപ്പോൾ കുറച്ചുകൂടെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഭാഗങ്ങൾ കണ്ടു. ഇനി നമ്മൾ വീണ്ടും ബോട്ടിൽ പോവുകയാണ്. അത് അടിപൊളി. അതാ നമ്മുടെ ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ തിരിച്ച് പോവാം. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ബോട്ടിൽ പോവുകയാണ്. മുന്നിലുള്ളൊരു പേടിച്ച് തലയ്ക്കിപ്പോൾ തന്നെ താത്തി വെച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഭാഗത്ത് അധികം പ്രശ്നമില്ല. ഓക്കെ, നമ്മളിവിടുത്തെ വളരെ ഷോർട്ട് ജേർണി ആയിരുന്നു ബോട്ടിൽ. പക്ഷെ നല്ല രസമുണ്ട്.
നല്ല സൺലൈറ്റിൽ എത്തിയിട്ട് സോ ആ കേവിൽ നിന്നാണ് നമ്മളിങ്ങനെ കണ്ടിട്ട് വന്നത്. ഈ പുങ്കുവ കേവിൻ്റെ ഒരു പാർട്ട് കണ്ട വാട്ടർ സ്ട്രീമാണ്, ഈ പുങ്കുവ റിവറാണ് അങ്ങനെ ഒഴുകിയിട്ട് കാണുന്നത്. അപ്പം നമ്മൾ പുങ്കുവ കേവിൽ നിന്ന് പുറത്തിറങ്ങി ഇനി നമ്മൾ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് എങ്ങടായിട്ടാണ് പോണ കേബിൾ കാറിൽ? അത് അങ്ങനത്തെ ഐഡിയ ഒന്നും നമുക്കില്ല. നമ്മൾ പോയിട്ട് വിവരങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യാം. ഇതിലാണ് നമ്മൾ പോവുക. അപ്പം അങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ പോവുക. അപ്പോൾ ഈ ടിക്കറ്റ് നമ്മളിവിടെ കാണിക്കണം കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കയറുമ്പോൾ ഉള്ളിൽ നിന്നുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. നമുക്ക് കയറാനുള്ള കേബിൾ കാർ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേബിൾ കാറിൽ കയറാൻ പോവുകയാണ്. ഒരാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഹൈറ്റ് പേടിയാണത്. നമ്മൾ കറക്റ്റ് ഒരു സ്ഥലം നോക്കി നിൽക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. We're going all the way up to there. Can you see it's okay? Do you enjoy your We're going up. Yes, sweetie, we're going up. We're going up. Up we go. We're going. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നിന്നാണ് ഇറങ്ങിയത്. അവിടെ ഒരു വ്യൂ എന്തോ ഉണ്ട്, അത് കാണാൻ പോവാണ് നമ്മൾ. See the lake. We were, you know, under the rock. നമ്മൾ ഈ കേവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിന്ന സ്ഥലമാണത്. അവിടെ നിന്നാണ് നമ്മൾ ഈ ബ്രിഡ്ജൊക്കെ എടുത്തിരുന്നത്. ഇവിടുന്ന് കുറേ ആൾക്കാർ ചാടി അല്ലേ സൂയിസൈഡ് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ കണ്ട കുഞ്ഞി ബ്രിഡ്ജ് ഏതാണ്? നമ്മൾ ഇത്രയും ഹൈറ്റിലാണ്. അപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ലഞ്ച് ബ്രേക്കിന് നമ്മൾ ഗ്രൂപ്പിലെല്ലാവരും പല ഇതായിട്ട് പിരിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. ഒരു ഹാംബർഗറും ഒരു ലങ്കോഷ് എന്ന് പറയുന്നൊരു ഒരു സാധനമാണ്. അപ്പോൾ അത് രണ്ടും ട്രൈ ചെയ്തിട്ട് നമുക്ക് പിന്നെ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ ഹാംബർഗർ എത്തി. ഇതാണ് ലങ്കോഷ്. സ്വീറ്റ് ആണല്ലേ? കണ്ണനാണ് അത് ഓർഡർ ചെയ്ത ആള്. അങ്ങനെയുണ്ട്, കഴിച്ചിട്ട് പറയണേ. നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കണത്. ട്രൈ ചെയ്യണം. ട്രൈ നോക്കാം. സ്വീറ്റ് ഒന്നുമല്ല, ചീസും കെച്ചപ്പും കൂടെ ഒരു ബ്രെഡിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അതായത് കണ്ണന് എവിടെയെങ്കിലുമൊക്കെ ടോയ് കണ്ട അപ്പം വേണം. കണ്ണൻ എന്താ വാങ്ങിച്ച് കണ്ണ? പുതിയ ഡെസ്റ്റിനേഷനിൽ കണ്ണൻ വാങ്ങിച്ചു തന്നത് ബോളല്ല, ആക്ച്വലി ഇത് ലോൾ സർപ്രൈസ് ആണ്. സർപ്രൈസ് ഇത് തുറന്നുണ്ടാവും. പിന്നെ ഏതാണ് അറിയില്ല. ചിത്രത്തിലൊക്കെ ഓപ്പൺ ചെയ്തറിയില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ കുറച്ചിങ്ങനെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ വാങ്ങിച്ചതാണ്. ഹാപ്പി കണ്ണൻ.
പിക്കാച്ചോ പഴംകാരി ഇത് ഈ കളറാണ്. രണ്ട് കളർ. നോക്കട്ടെ ഇനിയിപ്പോ എന്താ അതിൻ്റെ ഉള്ളിലോ. പിക്കാച്ചു. ഈ ഒരു പിക്കാച്ചി ആയിരുന്നു ഈ ഒരു വലിയ ഉണ്ടട. 80 കുറവ്. എത്ര? 80. ശരി. അപ്പം നമ്മളുടെ ട്രിപ്പ് ഏകദേശം വൈൻഡപ്പ് ചെയ്തു. അതായത് ഇനി നമുക്ക് വേറെ ഡെസ്റ്റിനേഷൻസ് ഒന്നുമില്ല. ഇനി നമ്മൾ വന്ന പോലെ തിരിച്ച് കേബിൾ കാറിൽ കയറിയിട്ട് തിരിച്ച് അങ്ങോട്ട് എത്തും. പിന്നെ അവിടുന്ന് ബെർണോലിക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഈ ബ്രിഡ്ജിൽ നിന്ന് ഉള്ളൊരു വ്യൂ കണ്ടല്ലോ. അപ്പോൾ ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ വേറൊരു ചെറിയ ബ്രിഡ്ജിൽ നിന്നുണ്ട്. അത് കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മൾ ഈ കുറേ സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട്. പടികളൊക്കെ ഇറങ്ങി ഇനി നമ്മളിത് വിശാലമായിട്ടാണ് നടക്കുന്നത്. ഞാൻ സ്റ്റെപ്സിലൂടെ ഇറങ്ങിയാൽ ഇതാ കാണുന്നതാണ് ചെറിയ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിലാണ് നമ്മൾ നിന്നിരുന്നത്. അവിടുന്ന് നമ്മളിത് ഇറങ്ങി വന്ന് ഇവിടെ എത്തി. ഇതേ ഇവിടെ നിന്നുള്ള വ്യൂ. അവിടെയാണ് നമ്മൾ നിന്നിരുന്നത്. കേവ് കണ്ടു കഴിഞ്ഞിട്ട് Yes, take picture. Yeah, I can. Just waiting for this Sally's and. ഓക്കെ, അപ്പം നമ്മളിതാണ് ആ ചെറിയ ബ്രിഡ്ജ്. അവിടുന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വ്യൂ ഒക്കെ കണ്ടു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ, നമ്മൾ തിരിച്ച് കേബിൾ കാറിൽ തന്നെ കയറാൻ പോവുകയാണ്. നമ്മുടെ ടീമൊക്കെ കൂടെയുണ്ട്. നമ്മുടെ ടേണായി. ഇവിടെ നിൽക്കാട്ടെ, കണ്ണങ്ങോട്ട് നിൽക്ക്, അപ്പോഴേ കാണുള്ളൂ. യെസ്, ഇപ്പോഴേ നമ്മൾ ഇറങ്ങുമ്പോൾ കറക്റ്റ് നമുക്ക് ആഴമൊക്കെ കാണാം. ഇവിടെ വരുമ്പോഴുള്ളതിനേക്കാൾ നമുക്ക് വിഷ്വലി കിട്ടുമ്പോൾ തിരിച്ചിറങ്ങുമ്പോഴാട്ടം. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഒത്തിരി ദൂരമുണ്ട്. താഴെത്തി. ഓക്കെ, നമ്മൾ വീണ്ടും ആ മോട്ടോർ ട്രെയിനിൽ കയറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് നടക്കാം. ഒരു പതുക്കെ നടന്ന ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളെത്തും. പക്ഷെ നമുക്ക് നടക്കാനുള്ളൊരു എനർജി ഇല്ല. നമ്മളുടെ സ്റ്റാർട്ടിങ് ഡെസ്റ്റിനേഷനിലെത്തി. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്